പക്ഷെ ദേവന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ സീരിയലെല്ലാം ക്ലീൻ ഷേവായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? വളരെ നമ്മൾ ചോദിക്കണ്ടേ എപ്പോഴാണ് ഈ ഷേവിങ് സെറ്റ് ഉണ്ടായത്? ഇവർക്കൊക്കെ ആ ഒരു ചോദ്യം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ കൃഷ്ണൻ്റെയും രാമൻ്റെയൊക്കെ ഫോട്ടോയിൽ ഒരു രോമം പോലും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഷേവിങ് സെറ്റൊക്കെ അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് മലയാളി ചോദിക്കാത്തത്? ആ ചോദിക്കുമ്പോഴല്ലേ ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത നമുക്ക് ബോധ്യപ്പെടുക. നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഒരു താമരയ്ക്കകത്തൊരു ദേവനെ ഇരിക്കുന്നതായിട്ട് കാണുക. അങ്ങനെ കയറി ഒരു താമരയ്ക്കകത്ത് ഇരിക്കാൻ പറ്റുമോ? അത്രയും വലിയ താമര ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ തിരിക്കും. ഇരുന്നാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കണ്ടേ? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളിയുടെ സാംസ്കാരിക ബോധം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൽ നിലീനമായൊരു സാംസ്കാരിക ബോധത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. ആ സാംസ്കാരിക മൂല്യബോധങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുവാനാണ് സഹോദരൻ അയ്യപ്പനും ഡോക്ടർ ബി ആർ അംബേദ്കറും നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടയാളം എന്ന് പറയുന്നത്, എൻ്റെ വഴിയെ തുറന്നിട്ടിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറും സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളുമാണ് എന്നുള്ളതാണ്. നാരായണ ഗുരുസ്വാമികൾ അതുവരെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ദൈവസങ്കല്പത്തെ ഭാവന ചെയ്തു എന്നുള്ളതാണ്. നാരായണ ഗുരു പറയും, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തൂണി നിൻ പദം. അതുവരെയുള്ള ദൈവസങ്കല്പങ്ങൾ മനുഷ്യർക്ക് തൊടാൻ പറ്റാത്ത ദൈവമായിരുന്നുവെങ്കിൽ ഗുരുസ്വാമിയുടെ ദൈവം എന്ന് പറയുന്നത് കൈവിടാതിന്ന് ഞങ്ങൾ, നമ്മുടെ കൈകളിൽ തൊടുന്ന, നമ്മുടെ കൈകളിൽ നിന്ന് വിടാത്ത അരുളിൻ്റെയും കരുണയുടെയും പുതിയ ദൈവഭാവനകളെ, നീതിയുടെ ദൈവഭാവനകളെ നമുക്ക് സൃഷ്ടിച്ച് നൽകി എന്നുള്ളതാണ് ഗുരു സൃഷ്ടിച്ച ഒരു പുതിയ മൂല്യം എന്ന് പറയുന്നത്. കൈവിടാതിന്ന് ഞങ്ങളെ. മുരുകനെ പറ്റിയുള്ള സ്തോത്രത്തിൽ എഴുതും, ഇന്നാണെങ്കിൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്യും, പറയും നീ ഇരപ്പാളി. മുരുകനെ പറ്റി പറയുന്നത് നീ ഇരപ്പാളി എന്നാണ് പറയുന്നത്. ഇരപ്പാളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്നൊരു ദൈവത്തെ ഇരപ്പാളി എന്ന് വിളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഗുരു മുരുകനെ വിളിച്ചത് ഇരപ്പാളി എന്നാണ്. സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നീ ഇരപ്പാളി എന്ന് പറഞ്ഞു. അതുവരെയുള്ള മനുഷ്യരുടെ ശ്രേണീകൃതമായ സങ്കല്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ കാർന്നു തിന്നുമ്പോൾ ഗുരു പറഞ്ഞു, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. മനുഷ്യരെയെല്ലാം ഗുരു അറിവായി പരിവർത്തനം ചെയ്തു. ആ അറിവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും, പക്ഷേ എല്ലാം അറിവാണ് എന്ന് ഗുരു സ്ഥാനപ്പെടുത്തി. അറിവെന്ന് പറയുന്ന കൃതിയിൽ ഗുരു എഴുതി, എല്ലാം ഒരാദി അറിവാം എന്ന് ജനനീ നവരത്ന മഞ്ജരിയിലും എഴുതി, എല്ലാം ഒരാദി അറിവാം. അതുവരെയുള്ള ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ജാതി ശരീരങ്ങളായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്ര ഭൂമിക ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ എല്ലാം അറിവാണ് എന്ന് പറഞ്ഞതോടുകൂടി സമത്വത്തിൻ്റെ ഒരു പുതിയ ലോകക്രമത്തെ നാരായണ ഗുരുസ്വാമികൾ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നേർവഴിക്കുന്ന കുമാരനാശാൻ ഗുരുവിനെ പറ്റി എഴുതുന്നുണ്ടല്ലോ, ആരായുകിൽ അന്തത്വം ഒഴിച്ചാതി മഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവമെന്ന് ആശാൻ എഴുതുന്നുണ്ട് ഗുരുവിനെ പറ്റി. യഥാർത്ഥത്തിൽ നമ്മളെ ദളിത് സമൂഹത്തിൻ്റെ വൈജ്ഞാനികവും സാമൂഹികവും സാംസ്കാരികവുമായ വിമോചനത്തിൻ്റെ അടയാളവാക്യങ്ങൾ നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാ ഭൂലെയുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഭാരതാംബയുമല്ല നമ്മുടെ വിമോചനത്തിന് ആശ്രയമായിട്ടുള്ളത്.